ബോഡി ബിൽഡിംഗ് താരങ്ങളെ പിൻവാതിലിലൂടെ പോലീസ് ഇൻസ്പെക്ടറാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം തകർന്നു. സ്പോർട്സ് കോട്ടയുടെ മറവിലെത്തിയ ഷിനു കായിക പരീക്ഷയിൽ പരാജയപ്പെട്ടു. ചിത്രേഷ് നടേശൻ പങ്കെടുത്തുമില്ല. കായിക കേരളത്തിന്റെ അഭിമാനമെന്ന വിശേഷത്തോടെയാണ് ഷിനു ചൊവ്വയെയും ചിത്രേഷ് നടേശനെയും ആംഡ് പോലീസ് ഇൻസ്പെക്ടറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പല പിൻവാതിൽ നിയമനങ്ങളും വലിയ രീതിയിൽ വിവാദമായിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി. പ്രത്യേകിച്ച് ഈ കായിക താരങ്ങളെ സ്പോർട്സ് കോട്ടയിൽ നിയമിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ ബോഡി ബിൽഡിംഗ് താരങ്ങളെ പിൻവാതിലിലൂടെ പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമിക്കാനുള്ള സർക്കാർ തീരുമാനമെടുത്തത്. പക്ഷേ ഇവിടുന്ന് CPM-ന്റെ രാഷ്ട്രീയ ഇടപെടൽ ഇതിന് പിന്നിലുണ്ട് എന്ന വലിയ വിമർശനമൊക്കെ ഉയർന്നു വന്നതാണ്. പക്ഷെ മാത്രമല്ല, ഇപ്പോൾ രണ്ടുപേരും ഈ കായിക ക്ഷമതയിൽ ഒരാൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഒരാൾ പങ്കെടുത്തുമില്ല. എങ്ങനെയാണ് ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലം? എന്താണ് ഇതിന് പിന്നിൽ? CPM-ന്റെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു ഇവരെ പിൻവാതിലൂടെ നിയമിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ? ഈ കായിക താരങ്ങളെ പോലീസിൽ നിയമിക്കുന്നത് തന്നെ പ്രത്യേക രീതിയിലാണ്. അതിനൊരു സംവിധാനമുണ്ട്. അതിന് സ്പോർട്സ് അതോറിറ്റി അവരുടെ ഈ കായിക താരങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ നിയമനം നടത്തുന്നതിനുണ്ട്. അതിന്റെ ചുമതലക്കാരൻ ADGP MR അജിത് കുമാർ ആയിരുന്നു. അദ്ദേഹം, നമുക്കറിയാം, നേരത്തെയൊക്കെ ഉണ്ടായ വിവാദം, ഈ അനധികൃത സ്വത്ത് സമ്പാദനവും മറ്റ് ആരോപണങ്ങൾ, PV അൻവർ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ നേരിട്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനാണ് ഈ കായിക താരങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ചുമതല ഉണ്ടായിരുന്ന ഓഫീസർ. പക്ഷെ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം സ്വമേധയാ അങ്ങോട്ടൊരു കത്ത് കൊടുക്കുകയും ആ തസ്തികയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. ഇത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. DGPക്ക് കത്ത് കൊടുത്തത് ഈ ഷിനു ചൊവ്വയെയും അതോടൊപ്പം തന്നെ ചിത്രേഷിനെയും നിയമിക്കണം എന്ന, അതിൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി നിയമിക്കണം എന്ന ആവശ്യം ഉണ്ടായത്. അതോടുകൂടിയാണ് MR അജിത് കുമാർ, അദ്ദേഹം പല വിവാദങ്ങളിൽ പെട്ടിരുന്നു. പക്ഷേ ഈ ഒരു വിവാദത്തിൽ കൂടി ചെന്ന് വീഴണ്ട എന്ന് കരുതിയായിരിക്കണം അദ്ദേഹം ഈ സ്ഥാനം തന്നിൽ നിന്ന് എടുത്തു മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്ത് കൊടുക്കുകയും അവിടേക്ക് ശ്രീജിത്തിനെ പിന്നീട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതിൽ ഈ കായിക താരങ്ങൾ, ബോഡി ബിൽഡർമാർ സാധാരണ നിലയിൽ കായിക താരങ്ങളുടെ പരിഗണനയിലൂടെ പോലീസിന്റെ ഭാഗമാകാറില്ല. പക്ഷെ അവിടെയാണ് ചില ഇളവുകൾ നൽകി ഇവരെ നിയമിക്കണമെന്ന തീരുമാനമുണ്ടായത്. അത് ഈ പറയുന്ന സംവിധാനം വഴിയല്ല, മറിച്ച് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരിട്ട് DGPക്ക് ഒരു നിർദ്ദേശം നൽകുകയും അത് മന്ത്രിസഭയുടെ ഒരു തീരുമാനമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അതിലേക്ക് എത്തിയതിലാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. വഴിവിട്ട നിയമനം, പിൻവാതിൽ നിയമനം എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായത്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം പേർക്കൊട SAP ക്യാമ്പിൽ കായികക്ഷമതാ പരിശോധന ഉണ്ടായിരുന്നു. ഇതിൽ ഷിനു പങ്കെടുത്തിരുന്നു. ചിത്രേഷ് ആകട്ടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതുമില്ല. 100 മീറ്റർ ഓട്ടം, 1500 മീറ്റർ ഓട്ടം, അതോടൊപ്പം തന്നെ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഈ ഇനങ്ങളിലെല്ലാം തന്നെ ഷിനു പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. രണ്ടുപേരും അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്, ബോഡി ബിൽഡർമാരാണ്. അവർ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി ഇവരെ ഈ ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നീക്കം നടത്തി. അവിടെയാണ് ഈ പ്രശ്നമുണ്ടായത്. അങ്ങനെ ഒരു താല്പര്യം വരുമ്പോൾ സ്വാഭാവികമായും അത് വിവാദത്തിലേക്ക് പോകാനുള്ള സാധ്യത അതുകൂടി മുന്നിൽ കണ്ടാണ് MR വിനോദ് സൂചിപ്പിച്ചതുപോലെ രണ്ടുപേരും കായിക പ്രതിഭകളാണ്. കാരണം കേരളത്തിന്റെയും ഇന്ത്യയുടെയൊക്കെ അഭിമാനമായി ബോഡി ബിൽഡിംഗ് രംഗത്ത് വിവിധ രാജ്യാന്തര മെഡലുകൾ സ്വന്തമാക്കിയിട്ടുള്ളവരാണ്. പക്ഷേ ഈ സ്പോർട്സ് കോട്ട നിയമനം എന്ന് പറയുമ്പോൾ അതിന് പല മാനദണ്ഡങ്ങളുണ്ടല്ലോ വിനോദ്. ഒളിമ്പിക്സിലും അതോടൊപ്പം ദേശീയ ഗെയിംസിലുമൊക്കെ അംഗീകരിക്കപ്പെട്ട ഈ മത്സരങ്ങളിൽ, അതായത് ഈ ഒളിമ്പിക്സിലും ദേശീയ ഗെയിംസിലും അംഗീകരിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ മെഡലുകൾ നേടുന്നവർക്ക് മാത്രമേ ഈ രീതിയിൽ സ്പോർട്സ് കോട്ടയിൽ സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാർ നിയമനങ്ങൾ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നും ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സിൻ്റെയും ദേശീയ ഗെയിംസിൻ്റെയും ഒന്നും ഭാഗമല്ല. പിന്നെ എങ്ങനെ ഇവരെ ഈ കായിക താരങ്ങളെന്ന പരിഗണനയിൽ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ ഇവരെ നിയമിക്കാൻ കഴിയുമായിരിക്കും? കാരണം അതിൻ്റെ അകത്ത് കൃത്യമായ ഒരു പിൻവാതിൽ നിയമനം അല്ലെങ്കിൽ വലിയ അട്ടിമറികൾ നടന്നു എന്ന് തന്നെ സംശയിക്കേണ്ടതല്ലേ? ടോം, ഇതിലൊരു സ്വജനപക്ഷപാതം എന്ന കാര്യം ഉയർന്നു വരാനുള്ള സാധ്യത അങ്ങനെ തന്നെയാണ് നേരത്തെ ഇത് വിവാദമായതും. കാരണം ഈ
മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി ഇവർക്ക് നിയമനം നൽകുക എന്ന ഒരു തീരുമാനം അത് തന്നെയാണ് നേരത്തെ വിവാദമായത്. കാരണം ബോഡി ബിൽഡർമാർ ഈ തരത്തിൽ ഇങ്ങനെ നിയമനം നേടാൻ അർഹരല്ല. അവരുടെ ഈ വിഭാഗം അത് കായിക ഇനങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ നിയമിക്കുന്നതിന് തടസ്സമുണ്ട്. നിയമപരമായി അത് കഴിയുന്ന കാര്യമല്ല. അവിടെയാണ് ഈ ഇളവ് നൽകി ഈ രണ്ടുപേരെയും ഷിനുവിനെയും ചിത്രേഷിനെയും നിയമിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അവിടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഇടപെടൽ തന്നെയാണ്. DGPക്ക് അത് സംബന്ധിച്ച കത്ത് കൈമാറുന്നു. MR അജിത് കുമാർ ആകട്ടെ ഇങ്ങനെ ഈ കായിക താരങ്ങളെ പോലീസിലേക്ക് നിയമിക്കുന്ന സംവിധാനത്തിന്റെ ചുമതലക്കാരനായിരുന്നു. അദ്ദേഹം ഈ ഒരു നീക്കം ഉണ്ടായപ്പോൾ തന്നെ സ്വമേധയാ സർക്കാരിന് കത്ത് കൊടുക്കുകയായിരുന്നു. തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിത്തരണം എന്ന ആവശ്യം ഉന്നയിച്ച് അദ്ദേഹത്തെ പിന്നീട് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങുകയും ശ്രീജിത്തിനെ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ MR അജിത് കുമാർ കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹം വിവാദങ്ങളിൽ പെടുകയാണ്. ഈ ഒരു വിവാദത്തിൽ കൂടി ഉൾപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം കരുതി കാണും. അതുകൊണ്ട് സ്വമേധയാ അദ്ദേഹം ഒഴിഞ്ഞുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും ഇത് വലിയ വിവാദമായി വരികയും ആ സമയത്ത് തന്നെ ഇവരുടെ നിയമനം എങ്ങനെയാണ് സാധുവാകുന്നത് എന്ന ചോദ്യം ഉയർന്നു വരികയും ചെയ്തു. മറ്റൊരു കായിക താരത്തെ നിയമിക്കാനുള്ള തീരുമാനം അത് മറികടന്നാണ് ഇവർക്ക് അടുത്ത സീനിയോറിറ്റി വരുമ്പോൾ അതിന്റെ കാലാവധി വരുമ്പോൾ ഇവർക്ക് നിയമനം നൽകണമെന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഷിനു ഈ പേറുക്കടയിൽ നടന്ന കായിക പരിശോധനയിൽ പങ്കെടുക്കാനെത്തി. അവിടെ ഈ ഓട്ട മത്സരത്തിലും ഹൈജമ്പിലും ലോങ് ജമ്പിലും ഒക്കെ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ വീണ്ടും പറയുന്നു, അദ്ദേഹം നല്ല ബോഡി ബിൽഡറാണ്, അന്തർദേശീയ തലത്തിൽ മത്സരിക്കാൻ പോയിട്ടുള്ള ആളാണ്, നേട്ടങ്ങൾ വാങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷേ ഇങ്ങനെ ഒരു മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തി അദ്ദേഹത്തിന് നിയമനം നൽകാൻ പോകുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് പരിചിതമല്ലാത്ത മേഖലയായിരിക്കും ഹൈജമ്പും ലോങ് ജമ്പും ഒക്കെ. അവിടെ അദ്ദേഹം അത് ഈ പറയേണ്ട അല്ലെങ്കിൽ അത് കടന്നുകൂടേണ്ട ആ ഒരു നിലയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രകടനം എത്തിയില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ പരാജയപ്പെടുന്ന നിലയുണ്ടായി. ചിത്രേഷ് ആകട്ടെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതുമില്ല. കേട്ടോ, ഈ വിനോദ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു താരത്തെ, അതായത് ഒളിമ്പ്യൻ ശ്രീശങ്കറിനെ നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാന താരമായ കായിക താരമാണ്. ഈ ശ്രീശങ്കറിനെ നിയമിക്കണം, ഈ തസ്തികയിൽ നിയമിക്കണമെന്നായിരുന്നു DGPയുടെ ശുപാർശ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ശ്രീശങ്കറിന്റെ നിയമനം മാറ്റിക്കൊണ്ട്, അതും റദ്ദാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടാണ് ഈ രണ്ടുപേരെയും, ഈ ബോഡി ബിൽഡിംഗ് താരങ്ങളെ രണ്ടുപേരെയും ഇതുപോലെ ചട്ടങ്ങൾ നിയമങ്ങളൊക്കെ മറികടന്ന് ഇതിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ അവരെ പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ആരെങ്കിലും പരാതിയുമായി സമീപിച്ചതാൽ എങ്ങനെയാണ് ഈ വിവാദം ഉയർന്നു വന്നത്? ഇത്തരമൊരു പിൻവാതിൽ നിയമനത്തെക്കുറിച്ച് ആരെങ്കിലും ആരോപണവുമായി അല്ലെങ്കിൽ പരാതിയുമായി രംഗത്തെത്തിയതാണോ? തീർച്ചയായും ഇവരുടെ പേര് കടന്നുകൂടിയപ്പോൾ തന്നെ സ്വാഭാവികമാണ്. അങ്ങനെ ഈ നിയമപരമായി അല്ലാതെ ഒരു നിയമനം നടക്കുമ്പോൾ ആ വിവരങ്ങൾ പുറത്തു വരാറുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തെത്തിയതും. ഇവർക്ക്, അതായത് ബോഡി ബിൽഡർമാർക്ക് അങ്ങനെ ഈ കായിക താരങ്ങളുടെ പരിഗണനയിൽ സേനാ വിഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവിടെ ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് തേടുകയും അതിനനുസരിച്ചൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും അതൊരു വിവാദമായി മാറി. മാത്രമല്ല DGP ശുപാർശ ചെയ്ത കായിക താരത്തിനപ്പുറത്തേക്ക് മറ്റ് രണ്ട് പേരുകൾ വരുന്നു. അവിടെയാണ് ഈ സ്വജനപക്ഷപാതത്തിന്റെ വിഷയം ഉയർന്നു വരുന്നത്. ഇവർ കായിക താരങ്ങൾ അല്ലെങ്കിൽ ബോഡി ബിൽഡർമാരാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്ക് അവരുടെ കഴിവ് തെളിയിച്ചവരാണ്. പക്ഷേ ഇവർക്ക് എങ്ങനെയാണ് ആ മാനദണ്ഡങ്ങൾ മറികടന്ന് നിയമനം കൊടുക്കുന്നതെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല ഈ കായിക താരങ്ങളുടെ പട്ടികയിലുള്ള ആളുകൾ നിലനിൽക്കുമ്പോൾ അവരുടെ സീനിയോറിറ്റി മറികടന്ന് അതിൽ റിലാക്സേഷൻ വരുത്തി, ഈ മാനദണ്ഡങ്ങളിലൊക്കെ മാറ്റം വരുത്തി ഇവരെ നിയമിക്കാൻ പോകുമ്പോൾ അതിൽ ചില താല്പര്യങ്ങൾ, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നിയമം മറികടക്കാൻ വളഞ്ഞ വഴി സ്വീകരിക്കുന്നു എന്ന പ്രശ്നമൊക്കെ വരുന്നത്. ഏതായിരുന്നാലും ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, MR അജിത് കുമാർ ഇങ്ങനെ നിയമനം നടത്തുന്ന തസ്തികയിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ തസ്തിക ഒഴിഞ്ഞു പോവുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഒരുപക്ഷെ ഇത് വിവാദമാകാനുള്ള സാധ്യത അദ്ദേഹം മുന്നിൽ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം അദ്ദേഹം ആ തസ്തികയിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും താല്പര്യം അവിടെ പ്രവർത്തിക്കുകയും അവിടെ ആ തസ്തികയിൽ അല്ലെങ്കിൽ അങ്ങനെ നിയമനം നടത്തേണ്ട ചുമതലയിലിരിക്കുന്നത് അജിത് കുമാർ ആവുകയും ചെയ്താൽ ഒരുപക്ഷെ ഇതിന്റെ എല്ലാം പാവഭാരം കൂടി അദ്ദേഹത്തിന്റെ തലയിലേക്ക് വരും.
എന്ന് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകണം. ഏതായിരുന്നാലും അദ്ദേഹം ആ തസ്തികയിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അവിടെ ശ്രീജിത്തിനെ കൊണ്ടുവരികയും MR അജിത്കുമാറിനെ മാറ്റുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും അതിനുശേഷം കായികക്ഷമതാ പരിശോധന കൂടി ആ മത്സരത്തിൽ കൂടി പങ്കെടുക്കാൻ ഇവരോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഒരാൾ പങ്കെടുത്തു, മറ്റൊരാൾ പങ്കെടുത്തില്ല. ഏതായിരുന്നാലും പങ്കെടുത്തയാൾ ഈ പരീക്ഷ വിജയിച്ചില്ല.